ഇന്ത്യ മഹാരാജ്യത്തെ മറ്റേതൊരു മെട്രോ നഗരവുമായി കിടപിടിക്കത്തക്ക രീതിയിലുള്ള മഹത്തായ ഒരു കെട്ടിട സമുച്ചയമാണ് കൊച്ചി കോർപ്പറേഷൻ്റെ ആസ്ഥാനമായി കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് കായലിനോട് ചേർന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചത്. ആ പരിപാടിയുടെ ആമുഖമായി കൊച്ചിയുടെ പ്രിയപ്പെട്ട മേയർ അനിൽകുമാർ നടത്തിയ പ്രസംഗമുണ്ട്. വളരെ ശ്രദ്ധേയമായ ഒരു പ്രസംഗമാണ് സഖാവ് അനിൽകുമാറിൻ്റേത്. യാതൊരു അവകാശവാദങ്ങളും തങ്ങളുടേത് എന്ന് പറഞ്ഞുകൊണ്ടില്ല, ഞങ്ങളുടേത് മാത്രമാണ് ഈ നേട്ടം എന്ന് ആ സഖാവ്, ആ പ്രിയപ്പെട്ട കൊച്ചിയുടെ നേതാവ് പറയുവാൻ തയ്യാറായില്ല. ഇത് തുടക്കം കുറിച്ചത് സഖാവ് CM ദിനേശ് മണി മേയറായിരുന്നപ്പോഴാണെന്നും തുടർന്ന് ഇങ്ങോട്ടുള്ള ടോണി ചമ്മണി, സൗമിനി ജയൻ തുടങ്ങിയ മേയർമാരുൾപ്പെടെ MLA-മാരുൾപ്പെടെ ഉള്ളവരെ അവരുടെ ശ്രമങ്ങളെയും മുൻകൈ എടുക്കലുകളെയും ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് അനിൽകുമാർ നടത്തിയത്. തീർച്ചയായും ഇതൊരു വളരെ ശ്ലാഘനീയമായ ഒന്നാണ്. നമുക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും, കൊച്ചി നഗരസഭയിലെ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു നേതൃപാടവം നടത്തിയ, അത്തരത്തിലൊരു സംഘാടന രീതി മുന്നോട്ട് കൊണ്ടുപോയ ഒരാളാണ് അഡ്വക്കേറ്റ് M അനിൽകുമാർ എന്ന കൊച്ചിയുടെ മേയർ. ഇത് പൊതുവെ എല്ലാവരും പിന്തുടരേണ്ട ഒന്നാണ്, മാതൃകയാക്കേണ്ട ഒന്നാണ്. രാഷ്ട്രീയത്തിൽ മത്സരങ്ങളുണ്ടാവും, അധികാരത്തിൽ ജയിക്കുന്നവനെത്തും, അത് സ്വാഭാവികം. പക്ഷെ ജയിക്കാത്തവർ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് മറുപക്ഷത്തിരുന്നു കൊണ്ട് നിരന്തരം ഏത് നല്ല കാര്യത്തെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് തള്ളിപ്പറയുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ തോറ്റവരും ജയിച്ചവരും ഒന്നിച്ച് നിന്നുകൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങളുടെ ശ്രമമാണ് നമ്മുടെ നാട്ടിലുണ്ടാവേണ്ടത്. അത്തരം കാര്യങ്ങളിൽ സഖാവ് M അനിൽകുമാർ വലിയ ഒരു മാതൃകയാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ആ ഒരു ആമുഖ ഭാഷണം എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നറിയില്ല, ശ്രദ്ധിച്ചിട്ടുള്ളവരുണ്ട്. എങ്കിലും കൂടുതൽ ആളുകളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിവിടെ പറഞ്ഞു വയ്ക്കുന്നത്. നന്ദി, നമസ്കാരം.